നിങ്ങളൊരു വീട്ടമ്മയാണോ? നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ്. ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ്. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വരുമാനം നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ പേര് ജയൻ പ്രഭാർ, ഞാനൊരു ഡിജിറ്റൽ കോച്ചാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വീട്ടമ്മയായിരിക്കെ എങ്ങനെയാണ് നിങ്ങളുടെ നിത്യേന നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി എങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാസീവ് ഇൻകം എങ്ങനെ ഏൺ ചെയ്യാം. ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള മാനേജ്മെൻറ്റ് കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ് ഒരു ഹൗസ് വൈഫ്. ശരിയാണോ? വീട്ടിൽ ഭർത്താവ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ പേരൻസ് ഉണ്ടാവും. ഇവർക്കെല്ലാവർക്കും ഓരോ തരത്തിലുള്ള ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഓരോ ടൈപ്പ് ഫുഡുകളായിരിക്കാം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡുകളായിരിക്കാം ചില സ്ഥലങ്ങളിൽ, ചില വീടുകളിൽ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ടേസ്റ്റ് ഒരുപോലെയല്ല. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, ഉപ്പ് കുറവ് വേണം അല്ലേ? അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരാളാണ് വീട്ടമ്മ. ശരിയാണല്ലോ? അതുപോലെ തന്നെ സമയം ക്രമീകരിച്ചുകൊണ്ട്, ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയമോ അല്ലെങ്കിൽ ഓൺലൈൻ കുട്ടികളിരുന്ന് പഠിക്കുന്ന സമയം അനുസരിച്ചുള്ള ഭക്ഷണം അവർക്ക് തയ്യാറാക്കുക, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുക. ഇതെല്ലാം ഓരോരോ സമയത്തായിരിക്കാം. അപ്പം അത് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. സമയത്തെ മാനേജ് ചെയ്യാൻ ശരിക്കും ഒരു വീട്ടമ്മയ്ക്ക് അറിയായിരിക്കും തീർച്ചയായിട്ടും. അതുപോലെ ഓരോരുത്തരുടെ സൈക്കോളജി അനുസരിച്ച്, ഓരോ വ്യക്തികളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങളും അല്ലെങ്കിൽ പല രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ നല്ല നോളജുള്ള വ്യക്തിയാണ് വീട്ടമ്മ. ശരിക്കും നിങ്ങളുടെ ഈ കഴിവിനെ നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്ത് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ കുക്കിംഗ് മേഖല തന്നെ നമുക്കറിയാം, ധാരാളം കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചാനലുകൾ ഇന്ന് യൂട്യൂബിൽ ധാരാളമുണ്ട്. ഡേ ബൈ ഡേ പുതിയ ചാനലുകൾ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് അതിനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി അതിനെ ഒരു ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലേക്ക് നിങ്ങളുടെ കഴിവിനെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വരുമാനം പാസീവായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം പല ടൈപ്പ് ഫുഡുണ്ടല്ലേ, നാടൻ ഫുഡുണ്ട്, അതുപോലെ സൗത്ത് ഇന്ത്യൻ ഫുഡ്, നോർത്ത് ഇന്ത്യൻ ഫുഡ്, അല്ലെ ചൈനീസ്, പലതരത്തിലുള്ള ഫുഡ് റെസിപ്പികൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം ചാനലുകളിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ ഓഫ് ഫുഡ് പ്രിപ്പറേഷൻ എങ്ങനെ വളരെ മനോഹരമായിട്ട് കുടുംബത്തിന് അനുയോജ്യമായ രീതിയിൽ എങ്ങനെ കുക്കിംഗ് ചെയ്യാം എന്നുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് തയ്യാറാക്കാം വളരെ ഈസി ആയിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഒറ്റത്തവണ മാത്രം ഇത് റെക്കോർഡ് ചെയ്താൽ മതി. മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒറ്റത്തവണ നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ലൈഫ് ടൈം ഇതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ തന്നെ നിങ്ങളുടെ സാധ്യതയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും, എന്തെല്ലാം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ നല്ലൊരു മണി മാനേജ്മെൻറ്റ് സ്കില്ലുള്ള വ്യക്തിയായിരിക്കും. ശരിയല്ലേ? കുട്ടികളുടെ ഫീസാണെങ്കിലും അല്ലെങ്കിൽ ദിനം പ്രതിയുള്ള ചിലവുകളാണെങ്കിലും, മാസത്തിലുള്ള ഫുഡിന് വേണ്ടിയുള്ള എക്സ്പെൻസ് ആണെങ്കിലും, അല്ലെ വീട്ടിലെ മറ്റ് ചിലവുകളാണെങ്കിലും നിങ്ങളുടെ കയ്യിലൊരു കൺട്രോൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മണി മാനേജ്മെൻറ്റ് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ എല്ലാ കഴിവുകളെയും കൂടെ ക്രോഡീകരിച്ച് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റായിട്ട് വേണമെങ്കിൽ ലോഞ്ച് ചെയ്യാം. ഇനി അതല്ല, സെപ്പറേറ്റ് കുക്കിങ്ങിന് മാത്രമായിട്ട് സെപ്പറേറ്റ്, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എങ്ങനെ നല്ലൊരു ഫാമിലിയെ വാർത്തെടുക്കാം എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാം. അല്ലെ എങ്ങനെ കുട്ടികളെ ശരിയായ രീതിയിൽ വളർത്താം, കുട്ടികൾക്ക് ഓരോ പ്രായത്തിലും വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ഏരിയാസ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ അഭിരുചി ഏത് മേഖലയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള മേഖല കുക്കിംഗ് ആണോ, അല്ലെങ്കിൽ മണി മാനേജ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആണോ, അതായത് ഫാമിലി അഡ്മിനിസ്ട്രേഷൻ, അപ്പോൾ ഈ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോഡ്കാസ്റ്റും ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇരുന്നുകൊണ്ട് കുടുംബത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ
ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വീട്ടിൽ ഇരുന്നുകൊണ്ട് കുട്ടികളോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് തയ്യാറാക്കി ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള പാസീവായിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു നോളജ് നിങ്ങൾ അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ കഴിവ് ഏത് മേഖലയിലാണ്? മീൻസ് കുക്കിങ്ങിലാണോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലാണോ, ടൈം മാനേജ്മെൻറ്റിലാണോ, അല്ലെങ്കിൽ ആളുകളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണോ? ഏത് മേഖലയാണ് നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? താഴത്തെ കമൻറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.